അരുൺ സൈക്കിളിലാണല്ലേ? ആണ്ടേ, അദ്ദേഹം കാറിലാണ്. ഓക്കെ, എത്ര രാജ്യങ്ങളായി ഇപ്പം? 62 അതെ, ഇതെത്ര രാജ്യങ്ങള്? 23. കുറെ ദൂരമുണ്ട് അല്ലേ? അത് യൂറോപ്പായിരുന്നു. യൂറോപ്പ് എല്ലാം കൊച്ചു കൊച്ചു രാജ്യങ്ങളല്ലേ, അതുകൊണ്ട് അത്രയേ ഉള്ളൂ. രാജ്യങ്ങളുടെ എണ്ണത്തിലൊന്നും വലിയ കാര്യമില്ല. നമ്മളെ ആസ്വദിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ പോലെ ലോകം വളരെ സുന്ദരമാണ്, ആളുകൾ നല്ലവരാണ്. എൻ്റെ മിക്കപ്പോഴുള്ള വാട്സാപ്പ് സ്റ്റാറ്റസ് അതാണ്. യൂറോപ്പിലെ ഏത് രാജ്യങ്ങളൊക്കെ പോയി? യൂറോപ്പ് ഏതാണ്ട് മുഴുവനായിട്ട്. സൈക്കിൾ തന്നെ? അതെ. ഞാൻ പാരീസ് ഇത്തവണ നമ്മളന്ന് 1 കോടിയിൽ കണ്ടിരുന്നു. അതിനുശേഷം ഞാൻ പാരീസ് ഒളിമ്പിക്സ് വേദിയിൽ നിന്ന് ഒളിമ്പിക്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ആരംഭിച്ച് നേരെ കേരളത്തിലേക്ക് വരാനായിരുന്നു പ്ലാൻ. ഖത്തർ വരെ എത്തി. ഖത്തറിലായപ്പോഴും കാശ് മുഴുവൻ തീർന്നു. പിന്നെ അവിടെ നിന്ന് തിരിച്ച് ഫ്ലൈറ്റിൽ വന്നു. വണ്ടി ഇപ്പോഴും ഖത്തറിലിരിക്കുകയാണ്. അല്ല, ഈ ഇടയ്ക്ക് യാത്രക്കിടയില്ലേ നമ്മൾ സൈക്കിൾ ഓടിച്ചുമ്പോൾ കാശ് കൂടെ വേണമല്ലോ, വല്ലതും വേണം. ഇത് പൈസ ഒക്കെ തീർന്നു കഴിഞ്ഞാൽ എന്താ പരിപാടി? പിരിക്കുവോ? ലോൺ എടുത്താണ് യാത്ര. എല്ലാവരും ലോൺ എടുത്ത് വീട് വയ്ക്കും. യാത്രയെ ലോൺ തരുന്ന കമ്പനി ആരാ? യാത്രയ്ക്കെന്ന് പറഞ്ഞില്ല, പേഴ്സണൽ ലോൺ. സാറേ, അതിന് വേണ്ടിയിട്ടാണ്. ഒരു കുഞ്ഞു ജോലിയുണ്ട്, ചെറിയൊരു വില്ലേജ് ഓഫീസറാണ്. ഈ ജോലി സത്യത്തിൽ ലോൺ എടുക്കാൻ വേണ്ടി മാത്രം ഓഫീസറാണോ? എന്തോ ആ വില്ലേജിന്റെ അവസ്ഥ. അതായത് ഈ വില്ലേജ് ഓഫീസിൽ മര്യാദയ്ക്ക് ജോലി ചെയ്യേണ്ട ഒരു വില്ലേജ് ഓഫീസർ പുരയിടത്തിൻ്റെ സ്ഥലത്തിൻ്റെ കണക്കൊക്കെ എടുത്ത് ആൾക്കാരുടെ ചാക്കാലയൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കേണ്ട ഒരാൾ സൈക്കിളും എടുത്ത് പുറത്തു പോകാൻ തീരുമാനിച്ചെന്താ? കാരണം നമുക്ക് കുറെ കൂടി നമ്മളുടെ ഒരു കുഞ്ഞ ഏരിയയിൽ മാത്രമായിട്ട് നമ്മൾ ഒതുങ്ങാനുള്ളതല്ല. നമ്മൾ വില്ലേജിൽ ഒതുക്കേണ്ട ആളല്ല. ലോകത്തെ ഇൻസ്പയർ ചെയ്യാണ്. ഞാൻ എന്നെ ഇൻസ്പയർ ചെയ്യുന്നു, ഞാൻ ലോകത്തെ ഇൻസ്പയർ ചെയ്യുന്നു. എന്നെ കണ്ടിട്ട് ഒരുപാട് പേര് പലയിടത്തും വന്നിട്ട് യെസ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ. ഇപ്പം ഞാൻ പെട്ടെന്ന് തന്നെ പറയാം. ഞാൻ പോളണ്ടിലൂടെ സൈക്കിൾ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ ഒരു ലേഡി അവരവിടെ ഒരു വഴിയിൽ നിന്നിട്ട് എന്നെ കണ്ടിട്ട് ഓടി വന്ന്. അവർ യുക്രൈൻകാരിയാണ്. അവരുടെ ഭാഷയിൽ എന്തൊക്കെയോ പറഞ്ഞ് എൻ്റെ ഒപ്പം ഫോട്ടോ എടുത്തിട്ട് അവർ ഉടനെ തന്നെ ബസ്. യാത്രക്കാരനാണെന്ന് മനസ്സിലായി. ഈ വണ്ടി കാണാമല്ലോ, ബാഗ് കാണാം. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ബോർഡ് എഴുതിയിട്ടുണ്ട്, വേൾഡ് ട്രാവൽ എന്ന് പറഞ്ഞു. അത് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഇന്ത്യക്കാരനാണെന്നുള്ള ഒരു ഇതുണ്ട്. അവർക്ക് ഇന്ത്യക്കാരോട് യുക്രൈൻകാരി ആയതുകൊണ്ട് ഒരു താല്പര്യം തോന്നി. അതിനുശേഷം അവരൊരു ബസ് വന്നു, അവരതിനകത്ത് കയറിപ്പോയി. പിന്നെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ നീങ്ങുമ്പോൾ അവർ ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു. എന്നെ കണ്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. എന്നെ കണ്ട് കെട്ടിപ്പിടിച്ചു. ഉടനെ എന്നെ ഫോട്ടോ വീണ്ടും എടുക്കുന്നു. അവർ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നൊന്നുമില്ല, എന്നാലും നമുക്ക് എല്ലാം മനസ്സിലാവുന്നു. പിന്നീട് അവരെനിക്ക് എൻ്റെ മെസ്സഞ്ചർ ID അവർ മേടിച്ചു. ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് മറുപടി ഞാൻ നോക്കിയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മെസ്സഞ്ചറിൽ ഒരു മെസ്സേജ്, അയ്യോ എനിക്ക് നിങ്ങളെ വീട്ടിലേക്ക് വിളിക്കാമായിരുന്നു, എൻ്റെ മകളെ ഒന്ന് പരിചയപ്പെടുത്തണമായിരുന്നു എന്ന് പറഞ്ഞ്. ഇത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ എങ്ങോട്ടാണ് പോണേ? ഞാനും മകളും കൂടി നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റ് ശൃംഖലയിൽ അവർ പേ ചെയ്യുന്നു, എനിക്ക് അവിടെ പോയി കളക്ട് ചെയ്താൽ മതി. അപ്പം ഞാൻ സാധനം കിട്ടണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും അതൊന്നും അല്ല എന്നൊക്കെ നമ്മൾ ഡയലോഗ് അടിച്ചു. നിങ്ങൾ അതൊന്നും വേണമെന്നില്ല, ഇതൊന്നും വേണ്ടായിരുന്നു. എന്നാലും ഞാൻ പറഞ്ഞു ഞാൻ വാട്സോയ്ക്കാണ് പോകുന്നത്, ഇന്ന വഴിയാണെന്നൊക്കെ എന്നാലും നമ്മൾ പറഞ്ഞു. മറുപടി ഒന്നുമില്ല. ഒരു ദിവസം എന്നാലും ഞാൻ ഇടയ്ക്ക് നോക്കും, മറുപടിയില്ല. 1 ദിവസമായി, 2 ദിവസമായി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവരെനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു. ക്യാൻസർ വാർഡിൻ്റെ ഒരു പടമാണ് വെച്ചിരിക്കുന്നത്. അതിന് മുമ്പിൽ നിൽക്കുന്ന അവരൊരു ഫോട്ടോ. ക്യാൻസർ ഓങ്കോളജി റേഡിയേഷൻ വാർഡ്. അവർ ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. 2 ആഴ്ചയായിട്ട് അവർ കിടപ്പിലായിരുന്നു. അന്നാണ് അവർ എഴുന്നേറ്റ് എന്നെ കണ്ടത്. വീണ്ടും അവർ ഹോസ്പിറ്റലിലായി. അവർ വന്നിട്ട് പറഞ്ഞത്, നിങ്ങളെ കണ്ടതോടുകൂടിയിട്ട് എനിക്കിനി ജീവിക്കണം, എനിക്ക് പലതും ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാകുമെന്ന് പറഞ്ഞ്. അവരുടെ ഭർത്താവ് യുക്രൈൻ വാറിൽ മരിച്ചതാണ്. ആദ്യം അമ്പ്യൂട്ടഡായി മരിച്ചു. അവർ ഇങ്ങനെയുള്ള, അതായത് ഒരു ഭാഷയും അറിയാത്ത ഒരാളെ അവരെ പോലും ഇൻസ്പയർ ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനെ വില്ലേജിൽ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ ഒരാളെ ഒരു വില്ലേജിൽ തുളച്ചിടാൻ പാടില്ല. പറ്റും. യാത്ര എങ്ങോട്ടാ? ഞാനിപ്പോൾ ഖത്തറിൽ നിന്ന് ഇനി എനിക്ക് തിരിച്ചു പോകണം. ഖത്തറിൽ ഞാൻ തിരിച്ചു വന്ന ഒരു ലോൺ എടുക്കാനായിട്ടാണ് വന്നത്. ലോണിന്റെ ഇതിന് പുറകെയാണ്. ഒരു 6 മാസം പഠിക്കുമല്ലേ ലോൺ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു ബാങ്കുകാര്. ലോൺ അടച്ചോ? അടച്ചുകൊണ്ടിരിക്കുന്നത്. അതും കൂടി ചേർത്തിട്ടാണ് ഞാൻ ലോൺ എടുക്കുന്നത്. ലോൺ അടയ്ക്കാനുള്ള കാശ് ഈ 1.5 കൊല്ലം 2 കൊല്ലമാണല്ലോ. ആ ലോൺ അടയ്ക്കാനും കൂടി ചേർന്നിട്ടാണ് ലോൺ തുക എടുക്കുന്നത് ആ കാലത്തേക്കെല്ലാം. അത് ഇപ്പം അടച്ചുകൊണ്ടിരിക്കണം. ഇപ്പൊ വീണ്ടും പണിക്ക് കയറി. ഒരു 6 മാസം. സൂപ്പർ ഐഡിയ. ലോൺ എടുത്ത് ലോൺ അടയ്ക്കുക. അപ്പൊ എന്തായാലും അരുണെ ഗംഭീരമായി. ഓക്കെ, കാരണം അതിനോട് കിടിലമായി. അമ്മ കേട്ടല്ലോ, അമ്മ കേൾക്കുന്ന സൈക്കിളിൽ മാത്രമേ ഉള്ള ആള്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.